ഹലോ എടാ, അങ്ങനെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല ക്ഷീണത്തിലായിരിക്കും. ഞാനും അതുപോലെ നല്ല ക്ഷീണത്തിലാണ്. നമ്മൾ ആ പൊങ്കാലയൊക്കെ നല്ല അടിച്ച് പൊളിച്ചു. പിന്നെ ഞങ്ങളുടെ സ്ട്രീറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പാട്ട് സെറ്റൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഹോം തിയേറ്റർ എടുത്ത് പുറത്ത് വെച്ച് പാട്ടൊക്കെ വെച്ച് വൈബാക്കി. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ലൈറ്റ് കാണാനായിട്ട് പുറത്തോട്ട് പോയി. ഞങ്ങൾ നടന്നാണ് പോയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മണക്കാട് പോയി, പിന്നെ ആറ്റുകാൽ പോയി, അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കറങ്ങി. പിന്നെ ഞാനുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, കുഞ്ഞാപ്പ ഉണ്ടായിരുന്നു, ദേവട്ടി ഉണ്ടായിരുന്നു, അനുചേച്ചി ഉണ്ടായിരുന്നു, ശിവതു ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ നടന്ന് പോയി. പിന്നെ എന്നെയും ദേവുവിനെയും കണ്ടു കഴിഞ്ഞാൽ പഴയ ബാലരമയിലും വിക്രമനും മുത്തുമുണ്ട് അതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയായിരുന്നു കേട്ടോ. സെയിം ഡ്രസ്സ് അതുപോലെ തന്നെ, പാൻറ്റും എല്ലാം അതുപോലെയായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് വന്ന് ഷേക്കൊക്കെ കുടിച്ചു, ഷമാം ഷേക്ക് കുടിച്ചു. ഇതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജംഗ്ഷനിലും ഓരോ പാട്ടാണ്. ഓരോന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും അടുത്ത പാട്ട് വരും. പിന്നെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ നോക്കി, പാത്രമൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ നോക്കി ചേച്ചിയുടെ വീട്ടിൽ പോയി, എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി. അവിടെ മോളെയും കണ്ടിട്ട് ഞാനും ദേവട്ടി മാത്രം ആറ്റുകാൽ അമ്പലത്തിൽ പോയി. അകത്തൊന്നും കയറിയില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് തന്നെ ആ പരിപാടിയുടെ ആ സ്റ്റേജിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി. ദേവട്ടിക്ക് 2-3 കമ്മലൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനും ദേവും മാത്രം ആയതുകൊണ്ട് അധികം ലേറ്റാവാൻ നിൽക്കാണ്ട് ഒരു 12:30-1:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും ദേവട്ടി ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് കയറാൻ പോയി. അപ്പോഴേക്കും നല്ല ലേറ്റായി. നമ്മുടെ വീട്ടിൻ്റെ സ്ട്രീറ്റിൻ്റെ അവിടെ എല്ലാവരും പൊങ്കാല പ്രിപ്പറേഷനൊക്കെ ആയിട്ട് കോലമൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പായതുകൊണ്ട് നമ്മൾ ആ വൈബാക്കി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.